അപ്പോൾ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ സാക്കുറ സിറ്റിയിൽ നിന്ന് റിട്ടേൺ അടിച്ചിരിക്കുകയാണ്. ബിക്കോസ് ആ സിറ്റി എനിക്ക് അത്ര തോന്നിയില്ല ഗൈസ്. തോന്നിയെന്നല്ല, ആ സിറ്റിയിൽ ഭയങ്കര തിരക്കാണ്. പിന്നെ ആ സിറ്റിക്കകത്തില്ലേ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ട്രീറ്റിയിൽ ഈ വണ്ടികളൊന്നും ഇല്ല ഗൈസ് കേട്ടോ. പിന്നെ ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഫുഡ് ഗൈസ് ഒട്ടും കൊള്ളത്തില്ല ഗൈസ് കേട്ടോ. അതായത് എനിക്ക് സുഷി ഒന്നും എനിക്ക് ഇഷ്ടമില്ല ഗൈസ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ അതിൽ ഇരുന്നുകൊണ്ട് പോയാൽ ചിലപ്പം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. പറഞ്ഞാൽ ഓക്കെ, ഫുഡ് ഓക്കെ, ബട്ട് ഈ നൂഡിൽസാണ് എപ്പോഴും തിന്നുന്നത്. അവരുടെ പ്രധാന ഫുഡ് നൂഡിൽസാണ്. അപ്പം നമുക്കിങ്ങനെ നൂഡിൽസ് തിന്നുന്ന ശീലമില്ലല്ലോ. നമുക്ക് ഒരു ഉച്ചയ്ക്ക് ഒരു ചോറ്, അതായത് ചോറും കറിയും കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു ഉറക്കം പോലും വരത്തില്ല ഗൈസ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്തുവെന്ന് അറിയുമോ? അവിടുത്തെ ഉച്ചയ്ക്ക് ഓക്കെ ബിരിയാണി, ഫ്രൈഡ് റൈസ് ഒക്കെ കിട്ടും. പക്ഷെ നമ്മുടെ നാടൻ ഊണ് അതൊന്നും കിട്ടത്തില്ല ഗൈസ് കേട്ടോ. പിന്നെ രാത്രി പോയാലോ നൂഡിൽസ് അതൊക്കെ കിട്ടത്തേ ഉള്ളൂ ഗൈസ് കേട്ടോ. കപ്പ നൂഡിൽസ്, മറ്റേ ആ കപ്പിൽ അത് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് തിന്നുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ അതെനിക്ക് ഇഷ്ടമില്ല ഗൈസ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ഓക്കെ നല്ല ഫുഡ് എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും പറയട്ടെ ഒട്ടും കൊള്ളത്തില്ല ഗൈസ്. ഓക്കെ ടേസ്റ്റാണ്, പക്ഷേ ഗൈസ് നമ്മളില്ലേ അത് കഴിച്ചുകൊണ്ട് പോയാൽ നമ്മളുടെ വയറിൽ വല്ല അസുഖം വരും. അപ്പോൾ ഗൈസ് അതുകൊണ്ട് ഞാൻ റിട്ടേൺ അടിച്ചു ഗൈസ് കേട്ടോ. ഓക്കെ അപ്പോൾ ഗൈസ് ഓക്കെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ട്രെയിനിൽ നമ്മൾ റിട്ടേൺ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാലില്ല ഗൈസ്, ഇന്നത്തെ പരിപാടി ഞാൻ ഒരു പോലീസ് ഓഫീസർ ആവാൻ പോവുകയാണ് ഗൈസ്. അതായത് അതായത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ട്രെയിനിൽ എനിക്ക് കുറച്ച് ജോബുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഗൈസ് അപ്പോൾ അതൊക്കെ നമ്മൾ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നതല്ലേ ഗൈസ് കേട്ടോ. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് നല്ല ശരിക്കും. അപ്പം നമ്മുടെ അവിടെ തന്നെ പോലീസ് സ്റ്റേഷൻ ഇരിപ്പുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മളിന്ന് പോയി ചേരാൻ പോവുകയാണ്. അപ്പം നമുക്ക് നോക്കാം അവിടെ അവർ ചേർക്കോ ഇല്ലയോ എന്ന്. ഓക്കെ നമ്മുടെ മസിലൊക്കെ കണ്ടിട്ട് ചേർക്കുമെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം നമുക്ക് എന്തെങ്കിലും നോക്കാം ഗൈസ് കേട്ടോ. അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് ബൈക്കിലാണ് പോകുന്നത്. ബിക്കോസ് നമ്മൾ എപ്പോഴും കാറിലല്ല, അപ്പോൾ ബൈക്കിൽ പോകണം. ഓക്കെ അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് ബുള്ളറ്റിലാണ്, റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. അതായത് പോലീസിലാണ് നമ്മൾ ചേരാൻ പോകുന്നത്. അപ്പോൾ പോലീസിൽ ചേരാൻ പോകുമ്പോൾ ഇച്ചിരി നല്ല ബുള്ളറ്റ്, അതായത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ മാച്ച് ആവുന്നത് ഈ ബുള്ളറ്റ് തന്നെയാണ്, ഇന്ത്യൻ ബുള്ളറ്റ് ഗൈസ്. അപ്പം നമുക്ക് ഹെൽമെറ്റൊക്കെ ഇടാം. അപ്പോൾ ഹെൽമെറ്റൊക്കെ ഇടുമ്പോൾ ഇവൻ പോലീസുകാരനാവാൻ 100% ഉണ്ട് പറഞ്ഞ് ഇവനെല്ലാം റൂൾസ് പാലിക്കും. ഹെൽമെറ്റ് സമയത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ ഈ ബാഗൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ നമുക്ക് പോവാം ഗൈസ് കേട്ടോ. ഇവിടെ അടുത്തേ ഉള്ളൂ, നമുക്ക് നടന്നു പോകാനുള്ളൂ. പക്ഷെ പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബൈക്കിൽ പോയാലേ ഇതാവത്തേ ഉള്ളൂ ഗൈസ് കേട്ടോ. ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് റിട്ടേൺ പോവാം. അപ്പോൾ ഗൈസ് പോലീസ് ഓഫീസർ പറഞ്ഞ ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെ വിചാരം എന്തെങ്കിലും കേസായിട്ടാണ് പറഞ്ഞത്, പക്ഷേ ഒരു കേസും ഇല്ല. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ വണ്ടി ഇവിടെ നൈസായിട്ടൊന്ന് പാർക്ക് ചെയ്യാം. ഓക്കെ ഹെൽമെറ്റൊക്കെ ഊരാൻ ഗൈസ് കേട്ടോ. നിൽക്കി ഓക്കെ എടുത്ത് കളഞ്ഞു. ഓക്കെ ഹലോ സാർ, ഗുഡ് മോർണിംഗ് സാർ. നമുക്ക് പോലീസിൻ്റെ എന്തെങ്കിലും ഓഫേഴ്സ് വല്ലതും ഉണ്ടോ? മീൻസ് ഞാനൊരു പോലീസ് ജോബിന് വേണ്ടിയാണ് വന്നത്. എനിക്ക് പോലീസുകാരനാവാൻ ഭയങ്കര, അപ്പോൾ എന്തെങ്കിലും സാറേ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. മുമ്പേ ഞാൻ പോലീസുകാരനൊന്നും അല്ല, പക്ഷേ എനിക്ക് അത്യാവശ്യമൊക്കെ അറിയാം. അറിയാം എനിക്ക് റൈഫലൊക്കെ പിടിക്കാൻ അറിയാം. ഞാൻ നല്ല ഒരു ഹ്യൂമൻ അല്ല, നല്ല ഒരു ഇതാണ്. ടാസ്ക്
ഓക്കെ, നാളെ രാവിലെ 5 മണി അല്ലേ? ഓക്കെ, ട്രെയിനിങ് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ 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 ഓക്കെ. ഫസ്റ്റ് ടാസ്കോ ഇപ്പോഴോ? അപ്പോൾ സാറല്ലേ പറഞ്ഞ് 5 മണിക്കെന്ന്? ഓ, 5 മണിക്ക് വേറെ ട്രെയിനിങ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ്, ഈ സാറ് പറയുന്നത് ഡേ 1 ഡേ 2, അതായത് ഇപ്പോൾ ഡേ 1 നമുക്ക് കുറച്ച് ടാസ്ക് തരാം, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ റെസ്റ്റാണ്. ആ റെസ്റ്റിൻ്റെ ശേഷം രാവിലെ 5 മണിക്ക് അടുത്ത ടാസ്ക് തരും. എന്നിട്ട് ഇങ്ങനെ പോയി ടാസ്ക് ഈ ഡേയ്സ് ഇങ്ങനെ കൂടുമ്പോഴത്തേന് ലാസ്റ്റ് ഫൈനൽ ടാസ്കും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ പോലീസുകാരനാകുമെന്നാണ് പറഞ്ഞത്. ഓക്കെ സാർ, അപ്പോൾ ഫസ്റ്റ് ടാസ്ക് ഓക്കെ, വെടി വെച്ച് കാണിക്കണം അല്ലേ? എവിടെ? ആകാശത്തിൽ? ഓക്കെ 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 സാർ. പിന്നെ ഇതോ സാർ, ഈ ലൈറ്റ്? ഓക്കെ ഓക്കെ. ഏതാ? AK-47 അല്ലേ? എൻ്റെ അടുത്ത് മറ്റേ മെഷീൻ ഗണ്ണുണ്ട്, പിസ്റ്റലുണ്ട്, പിന്നെ നമ്മുടെ RPG ഉണ്ട്, പിന്നെ സ്നൈപ്പറുണ്ട്. ബോംബ്, സ്റ്റിക്കി ബോംബുണ്ട്. ഇത്രയും ഉണ്ട്. ഓക്കെ, എടുത്തോ സാർ. ഇതിലോ? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഹെഡ് ഷോട്ട് അടിക്കാനാണ് ഉറപ്പന. ഓക്കെ, ഫസ്റ്റ് ട്രൈ. ഓക്കെ, വീണില്ലല്ലോ. അടിയിലടിച്ചു. ആകാശത്തടിച്ചു. ഓക്കെ ഓക്കെ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി സെക്കൻഡ് ടാസ്ക് ഞങ്ങളിവിടെ പോലീസ് വണ്ടി തരും. ഈ പോലീസ് വണ്ടിക്കകത്ത് ഒരു ക്യാമറ ഉണ്ട്. ഈ ക്യാമറ വഴി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്യാമറ വഴി ഞങ്ങൾ കാണും. അപ്പം എന്താ ചെയ്യുക? ഒരു കിലോമീറ്റർ വരെ വണ്ടി കൊണ്ടുപോവുക. ഇടിക്കാതെ, ഒരു ഓവർ സ്പീഡ് ആകാൻ പാടില്ല, നോർമൽ രീതിയിൽ കൊണ്ടുപോകണം. പിന്നെ സൈറൺ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. വണ്ടിക്കകത്ത് ക്യാമറയും ഉണ്ട്, പിന്നെ GPS ഉണ്ട്. അപ്പോൾ നീ എവിടെയൊക്കെ പോകും അവിടെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് വണ്ടി സൂക്ഷിച്ച് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ സാർ. ഓക്കെ 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 സാർ. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ കേട്ടല്ലോ ഗൈസ്, സാറ് സംസാരിച്ചു ഗൈസ് കേട്ടോ. നിങ്ങൾ കേട്ട് കാണും. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു സെറ്റിങ് ചെയ്തു ഗൈസ് കേട്ടോ. ഇപ്പോൾ ഈ സാറ് സംസാരിക്കും. എന്തുവാ സാർ? വണ്ടി സൂക്ഷിച്ച് തന്നെ കൊണ്ടുപോകണം കേട്ടോ. പറഞ്ഞാൽ ഇത് എൻ്റെ വണ്ടിയാണ്. ഈ വണ്ടി വല്ലതും ഇടിച്ചാൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. അതായത് ഇവിടുത്തെ SI എന്നെ ജോലിന് പുറത്തെടുക്കും. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. ഞാൻ സേഫായിട്ട് തന്നെ വണ്ടി കൊണ്ടു. സാർ വണ്ടി എടുക്കൂ. ഓക്കെ. ഇതാണോ സാർ വണ്ടി? എന്താണ് നിനക്ക് കണ്ണു അല്ല സാർ, കണ്ണ് കണ്ടുകൂടെ? ഓ സാർ, കണ്ണ് കാണാം ഗൈസ്. ഓ സോറി സാർ, അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയാണ്. ഓക്കെ സാർ. ഓക്കെ ഓക്കെ ഗൈസ്, സാറിൻ്റെ കോമഡി. അപ്പോൾ ഈ വണ്ടി നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകണം ഗൈസ്. ഇത് എന്തുവാണ് ഗൈസിൻ്റെ ആഘോഷം ഗൈസ്? ഫോർഡിൻ്റെ വണ്ടിയാണ് ഗൈസ് കേട്ടോ, ഫോർഡിൻ്റെ. ഓ സാർ, കൊണ്ടുപോയി ഞാൻ വണ്ടി ഒന്ന് നോക്കാം. പോവാം ഗൈസ് കേട്ടോ. സാർ, ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു ഗൈസ് കേട്ടോ. പാലൊന്ന് തോന്നുന്നു ഗൈസ് കേട്ടോ. ടാസ്ക് ഓക്കെ. നമ്മുടെ GPS ഉണ്ട്, പിന്നെ വോയിസ് റെക്കോർഡറും കാണാം, പിന്നെ ക്യാമറയും. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ലൊക്കേഷന് ഇപ്പോൾ അവിടെ ഇത് ഓണാക്കി കാണുന്നു, സ്ക്രീനിനകത്തെല്ലാം കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇൻട്രസ്റ്റ് സാർ. ഓക്കെ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ ഗൈസ്, ഇല്ലാത്ത ഒരു കാര്യമുണ്ട് ഗൈസ്, ഇല്ലാത്തില്ലേ ഗൈസ്? ഇത് മറ്റേ ഒരു മൈക്കുണ്ട് ഗൈസ് കേട്ടോ. ഈ മൈക്ക് സാറിന് സംസാരിക്കണ്ട സാർ, ആ വോയിസ് ഇതിനകത്ത് കേൾക്കും കേട്ടോ. എൻ്റെ പൊന്ന്, പറഞ്ഞു. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ടേണിംഗ് സ്റ്റെബിലിറ്റി നോക്കണം. അതായത് നമ്മൾ
എന്തോ ഇടിക്കാതെയും നല്ല സോഫ്റ്റ് ടേണിങ് ചെയ്യുകയും വേണം. ഓക്കെ, 2 ടേൺ ചെയ്യാൻ പറഞ്ഞു സാറ്. 2 ടേണിങ് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ എന്തിനാ നമ്മൾ കള്ളൻ ഇപ്പോൾ ബ്ലൂ ഇത് കള്ളനാണ് വിചാരിച്ചത്. ബ്ലൂ കളർ വണ്ടി കള്ളനല്ല, ഇല്ലെങ്കിൽ വൈറ്റ്. ഇപ്പോൾ ഈ കള്ളൻ ഇങ്ങനെ കറങ്ങുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ടേണിങ് സ്റ്റെബിലിറ്റി അറിഞ്ഞിരിക്കണം. ഈ ടേണിങ് സ്റ്റെബിലിറ്റി നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ടേണിങ് സ്റ്റെബിലിറ്റി നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി ക്രാഷ് ആയിട്ട് കള്ളൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. മതിയോ സാർ? ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലാക്കി സാറേ. ടേണിങ് സ്റ്റെബിലിറ്റി അറിഞ്ഞില്ലെങ്കിൽ കള്ളൻ ഇങ്ങനെ തിരിയും. ലാസ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഓവർ സ്പീഡ് കാരണം ചിലപ്പം വണ്ടി എവിടെ ക്രാഷ് ആവാനുള്ള സാധ്യത ഉണ്ട് ഗൈസ് കേട്ടോ. അപ്പോൾ എവിടെ പോലീസ് സ്റ്റേഷൻ മുമ്പ് ഓക്കെ. അറിയാം സാർ, ഇത് 2 വഴി. ഓക്കെ ഓക്കെ, ഇപ്പം നമുക്ക് വണ്ടി കൊണ്ടുപോകാം ഗൈസ് കേട്ടോ. ഓക്കെ, അയ്യോ അപ്പോൾ സാർ ഞാൻ ഇതേത് സാറ്? SI. ഓക്കെ ഓക്കെ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യട്ടെ. ഓക്കെ, ഇതാണ് SI അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ SI സാർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സംസാരിച്ച് നോക്കാം. ഹലോ സാർ. ഹലോ, ഗുഡ് മോർണിംഗ്. യെസ് സാർ, ഞാൻ പുതിയ ട്രെയിനിങ്ങിന് വേണ്ടി വന്നതാണ്. എനിക്ക് പോലീസുകാരനാവാൻ വേണ്ടി ചാൻസ്. ഓക്കെ ഓക്കെ, ഇപ്പം ഞാൻ 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു സാർ. ഒരെണ്ണം നമുക്ക് ഗണ്ണ് വെച്ച് നമുക്ക് ആകാശത്ത് വെക്കാനും, പിന്നെ 2ാമത്തെ ടാസ്ക് ഞാൻ ചെയ്തു. ഓക്കെ ഓക്കെ, ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, 4 മണിയോ സാർ? 5 മണിയല്ലേ ഈ സാറ് പറഞ്ഞേ? 4 മണിയോ? ഓക്കെ സാർ, ഓക്കെ ഓക്കെ, താങ്ക് യു. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ സാർ. സാറ് ഞാൻ പോലീസുകാരൻ എപ്പോൾ ആവാൻ ചാൻസ്? ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഇരുന്നതായിരിക്കും ഗൈസ്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കാണുന്നത് നമ്മൾ 5 മണിക്ക് എണ്ണിച്ചിട്ട് വേറെ ടാസ്ക് നമ്മൾ ചെയ്യുന്നത്. 4 മണിക്ക് എണ്ണിച്ചിട്ട് നമ്മൾ വേറെ ടാസ്ക് ചെയ്യുന്നതായിരിക്കും ഗൈസ് കേട്ടോ. അപ്പോൾ ഗൈസ്, സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഗൈസ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് എത്ര ഉള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ്, ദിസ് ഈസ് സുജയ് സൈനിങ്. എന്തുവാ സാർ? വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ. ഓക്കെ ഗൈസ്, ഈ പോലീസുകാർ ഭയങ്കര ചാലുവാണ്. ചാലു മീൻസ് ഭയങ്കര ഒരു പാവത്തൊരു മനുഷ്യനെ കിട്ടി ജോലി എടുപ്പിക്കുന്നുണ്ട് ഗൈസ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് എത്ര ഉള്ള ഗൈസ് വീഡിയോ. അപ്പോൾ ഗൈസ്, ഗുഡ് ബൈ. ശരി സാർ, ശരി.